അത്യുന്നതനായ സകലത്തിൻ്റെയും സ്രഷ്ടാവായ ഏക സത്യദൈവത്തിന് നമുക്കെല്ലാ സ്തുതി മഹത്വവും നൽകാം. തന്നെ സ്നേഹിക്കുന്നവർക്കായി, അവിടുത്തെ പദ്ധതിക്കനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കായി, എല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുന്ന തൻ്റെ ശിക്ഷണത്തിലൂടെ മക്കളെ ഒരുക്കി, അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന എല്ലാം നേടുന്നതിനായി മക്കളെ ശക്തിപ്പെടുത്തുന്ന അത്യുന്നതനായ പിതാവിന്, വാത്സല്യനിധിയായ സത്യദൈവത്തിന് നമുക്കെല്ലാം മഹത്വം നൽകാം. പിതാവേ, അവിടുത്തെ പരിശുദ്ധനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ എന്ന് മക്കൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പറഞ്ഞ അതീവ പ്രാധാന്യമുള്ള ഒരു ദൈവവചനമാണ് നാം ഇന്ന് പരിശോധിക്കുക. യോഹന്നാൻ 5:37, എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഭൂമിയിലായിരിക്കുന്ന എല്ലാ ക്രിസ്തീയ വിശ്വാസികളും ഏതെങ്കിലുമൊക്കെ സഭയിൽ അംഗങ്ങളാണ്. അപ്പോൾ അവർക്ക് പരിചയമുള്ളത് അവരായിരിക്കുന്ന സഭയിലെ സംഘടനയുടെ ഒരു ഘടനയാണ്, ഒരു സ്ട്രക്ചറാണ്. ഓരോരോ അധികാരത്തിൻ്റെ ഓരോ സ്ട്രക്ചറ് ഓരോ സഭയിലുമുണ്ട്, വ്യത്യസ്തങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഘടന മാത്രമാണ് അവർക്ക് പരിചയം. തങ്ങളുടെ അധികാരികളാണ് തങ്ങളോട് സംസാരിക്കുന്നത്, തങ്ങളെ തിരുത്തുന്നത്, തങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന് കരുതിയിരിക്കുന്ന എല്ലാവരും. എന്നാൽ ഈ 2000 വർഷത്തെ പാരമ്പര്യത്തിൽ മുങ്ങി ഈ സഭാ സംവിധാനത്തിനുള്ളിലായിരിക്കുന്ന ദൈവമക്കൾ, വിശ്വാസികൾ പലപ്പോഴും തിരിച്ചറിയാത്തൊരു കാര്യമുണ്ട്, ദൈവം അയക്കുന്നവരെക്കുറിച്ച്. കാര്യം അങ്ങനെ നിത്യജീവിതത്തിലോ അവരുടെ ഓർമ്മകളിലോ ഒന്നും ഈ ദൈവം അയക്കുന്നവരെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടോ ഒരു ചിന്താഗതിയോ ഒരു കാത്തിരിപ്പോ ഒന്നും ആരിലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ദൈവം അയക്കുന്നവർ എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാകില്ല, പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല, അവർക്ക് തീരെ അപരിചിതത്വം തോന്നും. പക്ഷേ പരിശുദ്ധ ബൈബിൾ നമ്മൾ പരിശോധിച്ചാൽ, കർത്താവിൻ്റെ ഗ്രന്ഥം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് യഥാർത്ഥത്തിൽ എഴുതിയത്. ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എഴുതിയെന്നും അത് നമ്മുടെ പരിശീലനത്തിനും തെറ്റിതിരുത്തലിനും നാം അതിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിച്ചനുസരിച്ച് ജീവൻ പ്രാപിക്കാനും വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിയും വളരെ ശ്രദ്ധയോടെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ദൈവം അയക്കുന്നവർ. അപ്പോൾ ദൈവം അയക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ദൈവം അയച്ചവനാണ് യേശുക്രിസ്തു. ഹോറബ് മലയിൽ മോശ വഴി ദൈവം നടത്തിയ ഒരു ഉടമ്പടി പ്രകാരം ദൈവം അയച്ച ദൈവത്തിൻ്റെ പുത്രനാണ് യേശുക്രിസ്തു. ഇത് വിശ്വസിക്കുന്നവനാണ് ഓരോ ക്രിസ്തീയ വിശ്വാസി. അപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് അയച്ചതാണ്. യേശുക്രിസ്തു പറയുന്നു, ഞാൻ സ്വയമേ വന്നതല്ല, എൻ്റെ പിതാവ് എന്നെ അയച്ചതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ യേശുക്രിസ്തുവിനെ അയച്ചു 2000 വർഷങ്ങൾക്ക് മുമ്പ്. അത് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച് രക്തം ചിന്തി ജീവൻ സമർപ്പിച്ച് നമുക്ക് പാപമോചനത്തിൻ്റെ രക്ഷ നേടിത്തരാൻ വേണ്ടിയാണ്. ഈ രക്ഷ, പാപമോചനത്തിൻ്റെ രക്ഷ അവൻ നമുക്ക് നൽകുകയും ചെയ്തു. എന്നാൽ യേശുക്രിസ്തുവിടെ നിന്ന് പോയപ്പോൾ അവൻ നൽകിയ വാഗ്ദാനം നിത്യജീവനാണ്. അപ്പോൾ നിത്യജീവൻ നൽകാൻ അവൻ വീണ്ടും വന്ന് നമുക്ക് നിത്യരക്ഷ നൽകി പിതാവിൻ്റെ ഭവനത്തിൽ അവൻ ഒരുക്കുന്ന ഭവനങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകാൻ ദൈവപുത്രൻ വീണ്ടും വരും എന്ന വാഗ്ദാനം നൽകിയാണ് യേശുക്രിസ്തു തിരികെ പോയത്. അപ്പോൾ അവൻ സ്വർഗത്തിലേക്ക് പോയതിന് ശേഷം പിതാവായ ദൈവം 2 ദൂതന്മാരെ അയച്ച് അവൻ സ്വർഗത്തിലേക്ക് പോകുന്നു നോക്കിക്കൊണ്ടിരുന്ന അപ്പസ്തോലന്മാരോടും ഇതേ വാഗ്ദാനം നടത്തി. സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെട്ടതായി നിങ്ങൾ കണ്ട ഈ യേശു തിരികെ വരും
എന്ന ദൈവത്തിൻ്റെ ഗ്യാരണ്ടി, അഥവാ ദൈവപുത്രനെ വീണ്ടും അയക്കും എന്ന ദൈവത്തിൻ്റെ ഗ്യാരണ്ടി. അപ്പോൾ ദൈവപുത്രൻ യേശു ക്രിസ്തുവിനെയും പിതാവ് വീണ്ടും അയക്കുന്നുണ്ട് അന്ത്യകാലത്ത്, നമുക്കറിയാം. കാരണം ദൈവപുത്രൻ വീണ്ടും വരുന്നത് പാപികളെ ശിക്ഷിക്കാനും തന്നെ ഒരുങ്ങിക്കാത്തിരിക്കുന്ന നീതിമാന്മാരെ രക്ഷിക്കാനുമാണ്. അതായത് ദൈവനീതി പൂർത്തിയാക്കാൻ. ഈ കാലം മുഴുവൻ സാത്താനും സാത്താൻ്റെ സന്തതികളും സാത്താൻ്റെ സംവിധാനങ്ങളും ദൈവമക്കൾക്കെതിരെ ചെയ്ത സകല നീചപ്രവൃത്തികൾക്കും സകല ദുഷ്ടതയ്ക്കും ദൈവം പ്രതികാരം ചെയ്യുന്നത് നടപ്പിലാക്കുന്നവനാണ് വീണ്ടും വരുന്ന ദൈവപുത്രൻ. അപ്പോൾ ദൈവപുത്രനെ അയക്കും. ഇനി കഴിഞ്ഞ 2000 വർഷത്തെ ക്രിസ്തീയ സഭകൾ ചരിത്രം പരിശോധിച്ചാലും നമുക്ക് കാണാം, ദൈവം അവിടുത്തെ പുത്രിയായ പരിശുദ്ധ അമ്മയെ സന്ദേശങ്ങളുമായി അയച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു നൂറ്റാണ്ടിൽ തന്നെ 300-ലധികം സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എല്ലായിടത്തും പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നിടത്ത് യഥാർത്ഥത്തിൽ പരിശുദ്ധമ്മ തന്നെയാണ് വന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ പരിശുദ്ധയമ്മ അനേക സ്ഥലങ്ങളിലേക്ക് അയക്കപ്പെട്ടിട്ടുണ്ട് ദൈവത്താൽ. അപ്പോൾ പരിശുദ്ധ അമ്മയും അയക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവചനം പരിശോധിച്ചാൽ ദൈവം മനുഷ്യരെയും അയക്കുന്നതായി നമുക്ക് കാണാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രന് വഴിയൊരുക്കാനായി വന്ന സ്നാപയോഹന്നാനും സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടവനാണ്. അപ്പോൾ ദൈവം അയക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക അർത്ഥമുണ്ട്. ദൈവം എവിടെയായിരിക്കുന്നു അവിടെ നിന്നാണ് അയക്കുക, അഥവാ സ്വർഗത്തിൽ നിന്നാണ് അയക്കപ്പെടുക. സ്വർഗത്തിലുള്ള ഒരാത്മാവിനെയാണ്, ഒരു വ്യക്തിയെയാണ് ദൈവം അയക്കുക. മോശയായിരുന്നു ആദ്യത്തെ പ്രവാചകൻ. സ്നാപയോഹന്നാൻ വരെയുള്ള പ്രവാചകന്മാരെ ദൈവം അയച്ചതല്ല, ജനത്തിനിടയിലും ദൈവം തിരഞ്ഞെടുത്ത് ദൗത്യം നൽകുകയാണ്. അപ്പോൾ ദൈവം അയക്കുന്നവരുണ്ട്. ഇനിയും ദൈവവചനം പരിശോധിച്ചാൽ നമുക്ക് കാണാം, അന്ത്യകാലത്ത് ദൈവം വീണ്ടും അയക്കുന്നുണ്ട്. ദൈവപുത്രനെ മാത്രമല്ല, ദൈവപുത്രിയെ മാത്രമല്ല, മനുഷ്യരെയും, അതായത് മുൻപ് ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു സ്വർഗത്തിലായിരിക്കുന്ന പ്രവാചകാത്മാക്കളെയും ദൈവം അയക്കുന്നുണ്ട് എന്ന് വ്യക്തമായി കാണാം. പക്ഷേ ഈ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രം ശ്രദ്ധിച്ച് ഈ ലോകത്തിലെ മാനുഷിക സംവിധാനങ്ങളിലേക്കും മാനുഷിക അധികാരികളിലേക്കും മാത്രം ദൈവജനത്തെ തിരിച്ചു അധികാരികൾ. അതുകൊണ്ട് ദൈവത്തിലേക്കും ദൈവവചനത്തിലേക്കും തിരിയാനോ ദൈവം അയക്കുന്നവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടുണ്ടാക്കാനോ പോലും വിശ്വാസികൾ എന്ന് പറയുന്നവർക്ക് കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ കരിസ്മാറ്റിക് പ്രസ്ഥാനം ദൈവം സഭയിൽ കൊണ്ടുവന്നത്, പരിശുദ്ധാത്മാവ പ്രവൃത്തി ചെയ്തത്, സഭയിലേക്കും മാനുഷിക അധികാരികളിലേക്കും കർമ്മങ്ങളിലേക്കും തിരിഞ്ഞിരിക്കുന്ന ദൈവമക്കളെ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തിയുടെ പൂർണ്ണ ഫലം സ്വന്തമാക്കുന്നതിന് വേണ്ടി ദൈവത്തിലേക്കും ദൈവവചനത്തിലേക്കും തിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അതും വികലമാക്കപ്പെട്ടു. വീണ്ടും മനുഷ്യൻ മാനുഷിക അധികാരികളിലേക്കും കർമ്മങ്ങളിലേക്കും ആചാരാനുഷ്ഠാനങ്ങളിലേക്കും ഈ ലോകത്തിലെ ഭൗതിക സ്ട്രക്ചറുകളിലേക്കും ഘടനകളിലേക്കും മാത്രം തിരിഞ്ഞു. അപ്പോൾ ദൈവം അയക്കുന്നവരുണ്ട്. അന്ത്യകാലത്ത് ദൈവം അയക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായി പല സ്ഥലങ്ങളിലും കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. അത് നിഷ്പക്ഷതയോടെ ദൈവത്തിൻ്റെ വചനമാണ് എന്ന തിരിച്ചറിവോടെ, ഹൃദയ തുറവിയോടെ ഈ ദൈവവചനം, പരിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ട വചനങ്ങൾ പരിശോധിക്കുന്നവർക്ക്, പ്രവാചക ലിഖിതങ്ങൾ പരിശോധിക്കുന്നവർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദൈവം അയക്കുന്നവരുണ്ട്. നമ്മുടെ ശ്രദ്ധ ദൈവം അയക്കുന്നവരിലേക്ക് തിരിയണം. കാരണം ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തികളിലും ദൈവം അയക്കുന്നവരിലും വിശ്വസിക്കണം. വളരെ അധികം പ്രാധാന്യമുള്ള ഒരു ചോദ്യം ഒരിക്കൽ ജനങ്ങൾ യേശുക്രിസ്തുവിനോട് ചോദിച്ചു. യോഹന്നാൻ 6:28-29. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം? ലോകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ $1 ബില്യൺ ക്വസ്റ്റ്യൻ.
ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ് ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുക. ദൈവഹിതം അനുവർത്തിക്കുന്നവനാണ് നിത്യജീവൻ പ്രാപിക്കുക. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ദൈവഹിതം അനുസരിച്ച് ചെയ്യേണ്ട പ്രവൃത്തി, അല്ലെങ്കിൽ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? വളരെ ഗൗരവമുള്ള ചോദ്യമാണ്. വിശ്വാസികളെന്ന് പറയുന്നവർ എത്ര പേര് ചോദ്യം ചോദിക്കാറുണ്ട്? നിങ്ങളെന്തെങ്കിലും നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അധികാരികളോട് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളെ പഠിപ്പിക്കുന്നവരോട് ചോദിച്ചിട്ടുണ്ടോ? ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അതിന് യേശുക്രിസ്തു കൊടുത്ത മറുപടി വളരെ ശ്രദ്ധേയമാണ്. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ ദൈവം അയച്ചവനിൽ വിശ്വസിക്കാതെ നീ എന്തെല്ലാം വലിയ പ്രവൃത്തി ചെയ്താലും, നമ്മൾ എന്തെല്ലാം ശ്രേഷ്ഠമായ പ്രവൃത്തികൾ ഈ ലോകത്തിന് മുമ്പിൽ ചെയ്താലും, ഈ ലോകം മുഴുവൻ വാഴ്ത്തുന്ന, ആരാധിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചാലും ദൈവത്തിൻ്റെ ജീവൻ സ്വന്തമാക്കില്ല. അഥവാ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒന്നും സ്വന്തമാക്കില്ല. കാരണം ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിച്ചാലാണ് നമുക്ക് ജീവനുണ്ടാകുക. ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി ദൈവം അയച്ചവനിൽ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നാം ദൈവം അയച്ചവർ അല്ലെങ്കിൽ ദൈവം അയക്കുന്നവർ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് തിരിയേണ്ടത്. അവിടെയാണ് യേശുക്രിസ്തു പറഞ്ഞ വാക്കിന് വളരെ പ്രസക്തി. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവം നീതിമാനാണ്, അത് നമുക്കറിയാം. ദൈവം സ്നേഹനിധിയാണ്, അത് നമുക്കറിയാം. എന്നാൽ ഈ ലോകത്ത് സാത്താൻ പ്രവർത്തിക്കുന്നുണ്ട്. സാത്താൻ ആദ്യം മുതൽ വഞ്ചകനാണെന്ന് നമുക്കറിയാം. അപ്പോൾ ദൈവമക്കളെ വഞ്ചിച്ചാണ് ഏദൻ തോട്ടത്തിൽ അവൻ തൻ്റെ പ്രവൃത്തികൾ തുടങ്ങിയത്. ഈ വഞ്ചന ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അവൻ നശിപ്പിക്കപ്പെടുന്നത് വരെ അത് തുടർന്നുകൊണ്ടിരിക്കും. എന്നാൽ സാത്താൻ ഏറ്റവും അധികം മനുഷ്യരെ വഞ്ചിക്കുന്നതും വഴിതെറ്റിക്കുന്നതും അന്ത്യകാലത്താണെന്ന് പ്രവാചകന്മാരും യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവിലൂടെ അപ്പോസ്തലന്മാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ത്യകാലത്ത് സാത്താൻ ഏറ്റവും അധികം വഴിതെറ്റിക്കും. അതുകൊണ്ട് തന്നെ ദൈവമക്കൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ, ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി ചെയ്യാൻ ദൈവം അവിടുന്ന് അയക്കുന്നവരെക്കുറിച്ച് സാക്ഷ്യം നൽകും. അപ്പോൾ പിതാവായ ദൈവം അവിടുന്ന് അയക്കുന്നവരെക്കുറിച്ച് വ്യക്തമായ സാക്ഷ്യം മുൻകൂട്ടി പറയുകയും അത് പരിശുദ്ധാത്മാവിനാൽ കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സാക്ഷ്യത്തെക്കുറിച്ചാണ് യേശുക്രിസ്തു പറയുന്നത്. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആരെയെല്ലാം അയക്കുന്നു, എപ്പോൾ അയക്കുന്നു, എന്തിനയക്കുന്നു എന്ന് നിത്യജീവൻ ആഗ്രഹിക്കുന്ന, ദൈവരാജ്യം ആഗ്രഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന സകല വിശ്വാസിയും പരിശോധിക്കണം. എന്നാൽ ഇന്ന് ഈ ലോകത്തിൽ വെട്ടിപ്പിടുക്കാനും കെട്ടിപ്പിടുക്കാനും നെട്ടോട്ട് ഓടുമ്പോൾ, ഈ ലോകത്തിലെ സുഖങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോൾ, ഈ ലോകത്തിലെ മഹത്വം വെച്ചു നീട്ടുന്ന സന്തോഷത്തിന് പുറകെ പരക്കം പായുമ്പോൾ, ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ ഇതൊന്നും പരിശോധിക്കാനുള്ള മനസ്സ് വിശ്വാസി എന്ന് പറയുന്നവർക്കില്ല. അവർക്ക് ഇവിടുത്തെ ജീവിതം സുഖകരമാകാൻ വേണ്ടി വിശ്വാസം ഉപയോഗിക്കാത്ര. അതുകൊണ്ട് ദൈവം അയക്കുന്നവരെക്കുറിച്ച് പറഞ്ഞാലോ അത് കേൾക്കാനുള്ളൊരു മനസ്സ് പോലും ഇന്ന് പലർക്കുമില്ല. പക്ഷെ ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി ഇതാണ്, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അത് നീ ചെയ്യാതെ നീ എന്തു വലിയ പാരമ്പര്യം പറഞ്ഞാലും, ഏതു വലിയ പ്രവൃത്തികൾ ചെയ്യുന്നവനെന്ന് അവകാശപ്പെട്ടാലും, ലോകം മുഴുവൻ നിന്നെ വാഴ്ത്തിയാലും നിനക്ക് ദൈവത്തിൽ നിന്നൊന്നും ലഭിക്കില്ല. ഈ ലോക ജീവിതത്തോടെ എല്ലാം തീരും. അതുകൊണ്ട് ദൈവം അയക്കുന്നവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം നാം പരിശോധിക്കണം. 1 യോഹന്നാൻ 5:9 മനുഷ്യരുടെ സാക്ഷ്യം നാം സ്വീകരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അതെല്ലാവരും സമ്മതിക്കും. കാര്യം ദൈവം മനുഷ്യനേക്കാൾ ഉന്നതനാണല്ലോ. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കും. അത് കോടതിയിലായാലും വ്യക്തി ജീവിതത്തിലായാലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലൊക്കെ ആയാലും നമ്മൾ സാക്ഷ്യങ്ങൾ സ്വീകരിക്കും. ദൃക്സാക്ഷികളുടെ സാക്ഷ്യം, സത്യസന്ധമായ സാക്ഷ്യം നമ്മൾ സ്വീകരിക്കും. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം നാം സ്വീകരിച്ചില്ലെങ്കിൽ
എന്തുണ്ടാവും? അത് എഴുതപ്പെട്ടിട്ടുണ്ട്, ദൈവത്തെ നുണ പറയുന്നവനാക്കും. എത്രമാത്രം ഹീനമായ അതിനിഷ്ഠൂരമായ പ്രവൃത്തിയാണെന്ന് നോക്കണേ. ദൈവത്തെ സാത്താനാക്കി ചിത്രീകരിക്കുന്നു. ദൈവത്തിൻ്റെ സാക്ഷ്യം സ്വീകരിക്കാത്തവർ, അതിന് ശിക്ഷ അതികഠോരമായിരിക്കും. ഇത്രമാത്രം ദൈവത്തെ നിന്ദിക്കുന്ന ഒരു സമൂഹം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ദൈവത്തിൻ്റെ സാക്ഷ്യത്തിന് ഒരു വിലയും കൊടുക്കാത്തവർ. എന്നാൽ മനുഷ്യൻ്റെ സാക്ഷ്യത്തിന് വില കൊടുക്കുകയും ചെയ്യും. പക്ഷെ വചനം പറയുന്നു, നമ്മൾ മനുഷ്യൻ്റെ സാക്ഷ്യം സ്വീകരിച്ചാൽ അതിലും എത്രയോ ഗൗരവത്തോടെ, അതിലും എത്രയോ കാര്യഗൗരവത്തോടെ, അതിലും എത്രയോ അഭിമാനത്തോടെ ദൈവത്തിന് സാക്ഷ്യം സ്വീകരിക്കണം. അതുകൊണ്ട് ദൈവം അയച്ചവരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം. യോഹന്നാൻ 5:31-37, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല. അത് യേശുക്രിസ്തു സത്യം പറയാത്തതുകൊണ്ടല്ല, തന്നെ പറയുന്ന സാക്ഷ്യത്തിന് ആരും വില കൊടുക്കാറില്ലാത്തതുകൊണ്ടാണ്. യേശുക്രിസ്തു അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയാലും അത് സത്യമാണ്. കാരണം അവൻ സത്യവാനാണ്, സത്യം തന്നെയായ ദൈവവചനമാണ്. അവൻ ദൈവം തന്നെയായ ദൈവപുത്രനാണ്. അവൻ്റെ അധരങ്ങളിൽ നിന്ന് നുണ ഒരിക്കലും പുറപ്പെട്ടിട്ടില്ല, പുറപ്പെടുകയുമില്ല. അവനെപ്പോഴും സത്യവാനാണ്. അതുകൊണ്ട് അവൻ എന്ത് സാക്ഷ്യപ്പെടുത്തിയാലും അത് സത്യമാണ്. ഈ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട്. ഈ എന്നെക്കുറിച്ചുള്ള അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് എനിക്കറിയാം. ഈ സാക്ഷ്യവുമാണ് സ്നാപയോഹന്നാൻ വന്നത് 2000 വർഷം മുമ്പ്. സ്നാപയോഹന്നാൻ അയക്കപ്പെട്ടത് യേശു ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യം കൊടുക്കാൻ. പക്ഷെ അന്നത്തെ സമൂഹമോ പുരോഹിതരോ അധികാരികളോ ആരും സ്നാപയോഹന്നാനെ ദൈവം അയച്ചതാണെന്ന് തിരിച്ചറിഞ്ഞില്ല. സിംഹാസനവാണരുളിയവർ, ജീവിതകാലം മുഴുവൻ നിയമം പഠിച്ചവർ, വചനത്തിൻ്റെ അകവും പുറവും അറിയാവുന്ന അഹങ്കരിച്ചവർ, ദൈവത്തിൻ്റെ അഭിഷിക്തരെന്ന് സ്വയം കരുതിയവർ, ജനങ്ങളെല്ലാം ആദരവും സ്വീകരിച്ചവർ, മോശയുടെ സിംഹാസനത്തിരുന്നവർ ദൈവം അയച്ചവനെ തിരിച്ചറിഞ്ഞില്ല. എത്ര പരിതാപകരം! എന്തൊരു വലിയ വിരോധാഭാസം! പക്ഷെ ഇതൊക്കെ ഇന്നും ആവർത്തിക്കുമ്പോൾ അത് മനുഷ്യന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം കണ്ണുകൾ അന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ യേശുക്രിസ്തു പറയുക, എന്നെക്കുറിച്ചാണ് അവൻ സാക്ഷ്യപ്പെടുത്തിയത്, അവൻ്റെ സാക്ഷ്യം സത്യമാണ്. നിങ്ങൾ യോഹന്നാൻ്റെ അടുത്തേക്ക് ആളയച്ചു. എന്തിന്? നമ്മൾ കാണുന്നുണ്ട്, പരിസേരും സദുക്കാരൊക്കെ വന്നു, നീയാണോ ക്രിസ്തു? അവൻ യോഹന്നാൻ പറഞ്ഞു അല്ല. അപ്പോൾ നീ ഏലിയായാണോ? കാര്യം ഏലിയ അയക്കപ്പെടുന്ന എഴുതപ്പെട്ടിട്ടുണ്ട് അന്ത്യകാലത്ത്. യോഹന്നാൻ പറഞ്ഞു അല്ല. അവർ ചോദിച്ചു, പിന്നെ നീ ആരാണ്? ഞങ്ങളെ അയച്ചവർ ഞങ്ങൾ എന്താണ് മറുപടി കൊടുക്കേണ്ടത്? നീയാണോ ആ പ്രവാചകൻ? യോഹന്നാൻ പറഞ്ഞു അല്ല, ഞാൻ ദൈവപുത്രന് വഴിയൊടുക്കുമെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ സ്വരമാണ്. അതെന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. അതോട്ട് തല പോയാനും പോയില്ല. അവരൊട്ട് യോഹന്നാനെ സ്വീകരിച്ചുമില്ല. അവരൊട്ട് യോഹന്നാൻ്റെ സാക്ഷ്യവും സ്വീകരിച്ചില്ല. സ്വീകരിച്ചിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിനെ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനായി അവർ സ്വീകരിച്ചേനെ. അതവർ ചെയ്തില്ല. നിങ്ങൾ യോഹന്നാൻ്റെ അടുത്തേക്ക് ആളയച്ചു, അവൻ സത്യത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്തു. ഞാൻ മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട. അത് യേശു ക്രിസ്തു ചെയ്തിട്ടില്ല. അവൻ മനുഷ്യരുടെ സാക്ഷ്യത്തിന്മേലല്ല നിലനിന്നത്, അവൻ്റെ പിതാവിൻ്റെ സാക്ഷ്യത്തിലാണ്. നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിനാണ് ഞാനിതെല്ലാം പറയുന്നത്. എന്ത് ഗൗരവം നോക്കിയേ! അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടണമെങ്കിൽ ദൈവം അയക്കുന്നവരുടെ സാക്ഷ്യം സ്വീകരിക്കണം. ദൈവം അയക്കുന്നവരെ തിരിച്ചറിയണ്ടേ? ദൈവം അയക്കുന്നവരുടെ സാക്ഷ്യം സ്വീകരിക്കാതെ എങ്ങനെ രക്ഷിക്കപ്പെടുകയാണ് വിചാരിച്ചിരിക്കണേ? ഇവിടെയാണ് മനുഷ്യൻ അന്ധരാൽ നയിക്കപ്പെടുന്ന അന്ധരെന്ന് വചനം പറയണേ. എന്തൊക്കെയോ ചില കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ, എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്താൽ, എന്തൊക്കെയോ അവർക്ക് തോന്നുന്ന കുറേ കാര്യങ്ങൾ വിശ്വസിക്കുന്നു എന്നൊരു പ്രതീതി ജനിപ്പിച്ചാൽ ഞങ്ങൾ രക്ഷിക്കപ്പെടും എന്ന് കരുതിയിരിക്കുന്ന ആളുകൾ എത്രമാത്രം മൂഢസ്വർഗത്തിലാണ് തങ്ങളെന്ന് എല്ലാവരും തിരിച്ചറിയുന്ന സമയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടാൻ ദൈവമയക്കുന്നവരുടെ സാക്ഷ്യം നാം സ്വീകരിക്കണം എന്ന് കർത്താവ് അസന്നിഗ്ധമായി പഠിപ്പിച്ചിരിക്കുകയാണ്. കത്തിജ്വലിക്കുന്നൊരു വിളക്കായിരുന്നു അവൻ. അല്പസമയത്തേക്ക് അവൻ്റെ പ്രകാശത്തിൽ ആഹ്ലാദിക്കാൻ നിങ്ങൾ ഒരുക്കവുമായിരുന്നു. എന്നാൽ ഇനി ശ്രദ്ധിച്ചേ, എന്നാൽ യോഹന്നാൻ്റേതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്. യോഹന്നാൻ നൽകിയതിനേക്കാൾ വലിയ സാക്ഷ്യം യേശു ക്രിസ്തുവിനുണ്ട്. എന്താണ് ആ സാക്ഷ്യം എന്ന് നോക്കിയേ? അതാണ് ദൈവത്തിൻ്റെ സാക്ഷ്യം. ഞാൻ പൂർത്തിയാക്കാനായി പിതാവിനെ ഏൽപ്പിച്ച ജോലികൾ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ
പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ സാക്ഷ്യമാണ് അന്ന് അവനെ കേട്ടുകൊണ്ടിരുന്നവരും കണ്ടുകൊണ്ടിരുന്നവരും അന്നവൻ്റെ ആ സമയത്തുണ്ടായിരുന്ന പുരോഹിതരും അധികാരികളും ഒന്നും തിരിച്ചറിയാതെ പോയത്. ആ പുരോഹിതരുടെയും അധികാരികളുടെയും അടിമത്തത്തിലായിരുന്ന ജനവും തിരിച്ചറിയാതെ പോയത്. ഇത് പരിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവിൽ ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് പാഠമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ ദൈവത്തിൻ്റെ സാക്ഷ്യം നോക്കി? ദൈവം ഒരാളെ അയച്ചാൽ, ദൈവം ആരെയെങ്കിലും അയച്ചാൽ, അത് ദൈവപുത്രനെ മാത്രമല്ല, നമ്മൾ കണ്ടു, മനുഷ്യരെ, പ്രവാചകരെ ദൈവം അയക്കും. അത് പഴയ കാലത്തെ പ്രവാചകരെ തന്നെ വീണ്ടും ദൈവം അയക്കുന്നതായി ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ദൈവം ഒരാളെ അയച്ചാൽ അവരെക്കുറിച്ച് ദൈവം സാക്ഷ്യം നൽകിയിരിക്കും. അവരെ ദൈവം അയക്കുന്നതിന് മുൻപേ, അഥവാ കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ അവരെക്കുറിച്ചുള്ള സാക്ഷ്യം ദൈവത്തിൻ്റെ ആത്മാവ് വഴി മുൻകൂട്ടി എഴുതി വെക്കും. ഈ ദൈവം അയക്കുന്നവർ വന്ന് ഈ ദൈവം മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്തു കാണിക്കുമ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അവരെ ദൈവം അയച്ചതാണ് എന്ന് സാക്ഷ്യപ്പെടുത്തും. അപ്പോൾ ദൈവം അയക്കുന്ന ആരാണെന്ന് തിരിച്ചറിയണം, അവരെ എവിടേക്കാണ് അയക്കുന്നത് തിരിച്ചറിയണം, അവർ ചെയ്യുന്ന പ്രവൃത്തികൾ തിരിച്ചറിയണം. ആ പ്രവൃത്തികൾ കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ ദൈവം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് നാം തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ കർത്താവിന് സാക്ഷ്യം സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഈ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിറവേറുമ്പോൾ അതിന് വിധേയപ്പെടാനുള്ള എളിമയുണ്ടാകണം. ഞങ്ങൾ ധരിച്ചിരിക്കുന്നതാണ് ശരി, ഞങ്ങളുടെ ധാരണയാണ് ശരി, ഞങ്ങളുടെ പഠനവും പ്രബോധനവുമാണ് ശരി, അതേ ശരിയാവൂ എന്ന മർക്കടമുഷ്ടിയോടെ ഇരുന്ന ആരും ദൈവം അയക്കുന്നവരെ തിരിച്ചറിഞ്ഞിട്ടില്ല, അവർക്ക് വിധേയപ്പെടുകയും ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. യേശു ക്രിസ്തു ചെയ്ത ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ്റെ പരസ്യ ജീവിതകാലത്ത് അവിടെ ഉണ്ടായിരുന്ന മഹാപുരോഹിതനെയും പുരോഹിത ശ്രേഷ്ഠന്മാരെയും മറ്റ് പണ്ഡിതരെയും എല്ലാം അവരുടെ ഹൃദയ കാഠിന്യത്തെക്കുറിച്ചും ആത്മീയ അന്ധതയെക്കുറിച്ചും അവരുടെ കാപട്യത്തെക്കുറിച്ചും അവരുടെ വിശ്വാസമില്ലായ്മയെക്കുറിച്ചും അവരുടെ ലോകത്തിന് വേണ്ടിയുള്ള ജീവിതത്തെക്കുറിച്ചുമൊക്കെ അവൻ നിശ്ചിതമായി കുറ്റപ്പെടുത്തി. അവരുടെ മുമ്പിൽ അവൻ ശിരസ് ഉയർത്തിപ്പിടിച്ച് നിന്നുകൊണ്ട് മൂർച്ചയുള്ള വാക്കുകളാൽ അവരെ കുറ്റപ്പെടുത്തി. എന്നാൽ കാഴ്ചയിൽ ഭ്രാന്തനെ പോലെ തോന്നിക്കുമെങ്കിലും സ്ത്രീകളിൽ അന്നുവരെ ജനിച്ചവരിൽ ഏറ്റവും വലിയവനായ ദൈവത്താൽ അയക്കപ്പെട്ട യോഹന്നാൻ എന്ന ഒരു മനുഷ്യൻ്റെ മുൻപിൽ പോയി സർവാധികാരിയായ ദൈവപുത്രൻ ശിരസ് കുനിച്ചു നിന്നു. അത് നമ്മെ വലിയൊരു പാഠം പഠിപ്പിക്കുന്നു. ദൈവപുത്രൻ്റെ വിനയത്തെക്കുറിച്ച്. ദൈവപിതാവാണ് എല്ലാ രക്ഷാകര പ്രവൃത്തികളുടെയും സർവാധികാരി. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കർത്താവായ പിതാവ് ദൈവം ഏക ദൈവമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ ആ അധികാരത്തിന് വിധേയപ്പെടുന്നു താൻ എന്ന് കാണിച്ചുകൊണ്ടാണ് മനുഷ്യരായിരുന്നിട്ടും യോഹന്നാനെ ദൈവമയച്ചതാണ് എന്നതിൻ്റെ അധികാരത്താൽ, എന്നതിൻ്റെ യോഗ്യതയാൽ, യോഹന്നാന് ദൈവത്തിൻ്റെ അഭിഷേകമുള്ളതിനാൽ യേശു ക്രിസ്തു അവന് മുമ്പിൽ ശിരസ് കുനിച്ചു നിന്നത്. ദൈവത്തിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് യോഹന്നാനേക്കാൾ വലിയവനല്ലേ ദൈവപുത്രൻ? പക്ഷെ യോഹന്നാനെ അയച്ചത് പിതാവായതിനാൽ പിതാവിൻ്റെ അധികാരത്തിന് താൻ കീഴ്പ്പെടുന്നു എന്ന് നമ്മെ പഠിപ്പിക്കാൻ അവന് യോഹന്നാന് മുമ്പിൽ ശിരസ് കുനിച്ചു. ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ വിനയം. ഈ വിനയം കണ്ട് പഠിക്കാനാണ് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ ദൈവം അയക്കുന്നവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം നമ്മൾ കണ്ടെത്തണ്ടേ? ഒരാൾ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് പറയുമ്പോൾ, കേൾക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള സാക്ഷ്യം പരിശോധിക്കാൻ ആരും മെനക്കെടാറില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് 3.5 വർഷം തൻ്റെ പരസ്യ ജീവിതകാലത്ത് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഈ സാക്ഷ്യം നിറവേറ്റിക്കൊണ്ട് സത്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് അവൻ പ്രവർത്തിച്ചിട്ടും അവൻ്റെ പ്രവൃത്തികളൊന്നും, അവൻ ചെയ്ത അടയാളങ്ങളായ ഈ പ്രവൃത്തികളൊന്നും തിരിച്ചറിയാൻ പോലും ഈ പണ്ഡിതർക്കും അഭിഷിക്തന്മാർക്കും കഴിഞ്ഞില്ല. ഇത് തന്നെയാണ് കർത്താവിൻ്റെ രണ്ടാം വരവിലും. ഇത് നമുക്ക് പാഠമാകാൻ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ അത് എഴുതി വെച്ചു, ഇന്ന് നാം വായിക്കാനും ഗ്രഹിക്കാനും. അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ സാക്ഷ്യമെന്ന് നാം തിരിച്ചറിയണം. യോഹന്നാൻ 10:37-39 ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. യേശുക്രിസ്തു പറയുന്ന വാക്കുകൾ ഗൗരവം ചിന്തിച്ച്,
ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ, അതാണ് ദൈവത്തിൻ്റെ സാക്ഷ്യം. ദൈവം തൻ്റെ പുത്രനെ അയക്കുമ്പോൾ അവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന് ദൈവം പ്രവാചകർ വഴി മുൻകൂട്ടി പറയുകയും എഴുതി വെക്കുകയും ചെയ്തു. ആ പ്രവൃത്തികളാണ് ദൈവപുത്രൻ ചെയ്തത്. അത് പിതാവിൻ്റെ പ്രവൃത്തികൾ. അപ്പോൾ ഈ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ യേശുക്രിസ്തു പറയാ, നിങ്ങളെന്നെ വിശ്വസിക്കണ്ട. എന്നാൽ ഞാനവ ചെയ്യുന്നെങ്കിൽ, ഇപ്പം ചെയ്യുന്നതിലും തിരിച്ചറിയണ്ടേ, എന്നാൽ ഞാനവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുവൻ. എത്രമാത്രം ഔദാര്യമാണ് ദൈവം കാണിക്കുന്നത് നോക്കിയേ. അവിടെ എന്താവും പറയുന്നത്? ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ. നിങ്ങൾ പുസ്തകം തുറക്ക്. ഈ പുസ്തകത്തിന് താളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ പിതാവ് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വചനങ്ങൾ കാണുകയും ഞാനിന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ തിരിച്ചറിയുകയും ചെയ്ത് ഈ പ്രവൃത്തികൾ ദൈവം ചെയ്യുന്നതാണെന്ന് തിരിച്ചറിയ്. അങ്ങനെ പ്രവൃത്തികളിൽ വിശ്വസിക്ക്. ഇതന്നും ഇന്നും വിശ്വാസി ചെയ്യുന്നില്ല. അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും. വീണ്ടും അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു. കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവനൊരു കാര്യം സത്യം പറഞ്ഞപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ സാക്ഷ്യം നാം സ്വീകരിക്കേണ്ട ആവശ്യകത നമ്മെ കൂടുതൽ ഗൗരവത്തോടെ പഠിപ്പിക്കാൻ ഒരു സംഭവം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, യോഹന്നാനെ അയച്ചത് ദൈവമാണ്. യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അവനാണ് വഴിയൊരുക്കിയവൻ. എന്നാൽ യോഹന്നാനും കാര്യത്തിലൊരു സംഭവം നടന്നു. ലൂക്ക 7:18-23 ഈ സംഭവങ്ങളെ പറ്റിയെല്ലാം യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവനെ അറിയിച്ചു. യോഹന്നാൻ കാരാഗൃഹത്തിലാണ്. അവൻ ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ച്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞയച്ചു. വരാനിരുന്നവൻ നീ തന്നെയോ എന്നല്ല അന്വേഷിച്ചത്, വരാനിരിക്കുന്നവൻ. അത് വ്യത്യാസമാണ്. അപ്പോൾ വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ അതോ ഞങ്ങൾ വേറൊരാളെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞയച്ചു. വളരെ പ്രസക്തമായ ചോദ്യം. അവർ അവൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കാൻ സ്നാപക യോഹന്നാൻ ഞങ്ങളെ നിന്റെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് ഈ യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്നത്. അപ്പോൾ രംഗം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. നിങ്ങൾ കാണുകയും ഇനി കണ്ടവരിൽ നിന്ന് കേൾക്കുകയും ചെയ്ത കാര്യങ്ങളൊക്കെ ചെന്ന് യോഹന്നാനെ അറിയിക്കുക. എന്നിട്ട് അവൻ തന്നെ പറയുക, കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഇതൊക്കെയാണ് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും. ഇത് ചെന്ന് യോഹന്നാനെ അറിയിക്കാൻ. എന്താവും പറഞ്ഞതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, ഇതാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ നസറത്തിലെ സിനഗോഗിൽ എഴുന്നേറ്റ് നിന്ന് യേശു ക്രിസ്തു ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും വായിക്കുന്നതായി നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ അവൻ വായിച്ചത് അവനെ എന്തിനാണോ ദൈവം അയച്ചത് ആ പ്രവൃത്തികൾ എന്നു പറയാൻ വേണ്ടിയാണ്. അഥവാ അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യമാണ് യേശു ക്രിസ്തു അവിടെ വായിച്ചത്. ആ പ്രവൃത്തികളാണ് ഇവിടെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് യോഹന്നാൻ ശിഷ്യന്മാർ നിങ്ങൾ കാണുന്നത് അതൊക്കെയാണ്, നിങ്ങൾ കേൾക്കുന്നത് അതൊക്കെയാണ്. അതായത് ഇതാണ് പിതാവായ ദൈവം എന്നെക്കുറിച്ച് നൽകിയിരിക്കുന്ന സാക്ഷ്യം.
ദാ ഞാൻ ആ സാക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുന്നു, ഞാൻ തന്നെ അവൻ എന്ന് അവർ തിരിച്ചറിയണമായിരുന്നു. ഇതാണ് യേശുക്രിസ്തു വളരെ ഗൗരവത്തോടെ അവർ പഠിപ്പിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ സാക്ഷി നമ്മൾ തിരിച്ചറിയണം. ഇതന്നത്തെ പരിസര പുരോഹിതരോ പണ്ഡിതരോ ആരും തിരിച്ചറിഞ്ഞില്ല. അവർ ഈ വചനങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പ്രവാചകന്മാരുടെ ലിഖിതങ്ങളിൽ ക്രിസ്തു എന്തൊക്കെ ചെയ്യുമെന്ന് അവർ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും അവരുടെ ഉള്ളിലില്ല, അതൊന്നും അവർ ഗ്രഹിച്ചിട്ടില്ല. ഇതൊക്കെ പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയാത്തവണ്ണം അവരുടെ ഹൃദയം കഠിനമായി, കണ്ണുകൾ അന്ധമാക്കപ്പെട്ടു. അവർ വായിച്ചിട്ടുള്ള വചനങ്ങൾ, ദൈവപുത്രനെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ യേശുവിൽ പൂർത്തിയായത് കാണാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ അന്ധമായിരുന്നു. ആത്മീയ അഹങ്കാരത്താലും അന്ധതയാലും അടയ്ക്കപ്പെട്ടു. കണ്ടില്ല, ഈ സാക്ഷ്യം കണ്ടില്ല. ഇത് യേശുക്രിസ്തു പറഞ്ഞു കൊടുത്തിട്ട് പോലും അത് കാണാൻ കഴിയുന്നില്ല, അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ യോഹന്നാൻ ശിഷ്യന്മാരോട് പോയി പറയുന്നതെല്ലാം യോഹന്നാനെ പോയി അറിയിക്കേ, ദേ ഇതെല്ലാമാണ് ദൈവത്തിൻ്റെ സാക്ഷ്യം. എന്നിട്ട് അവൻ പറയുക, എന്നിൽ ഇടർച്ച തോന്നാത്തവൻ അനുഗ്രഹീതൻ. അപ്പോൾ അവനിൽ ഇടർച്ച തോന്നുന്നവനോ ശബ്ദൻ, ശപിക്കപ്പെട്ടവർ. അതാണ് എൻ്റെ മറുപുറം. അപ്പോൾ ദൈവത്തിൻ്റെ സാക്ഷ്യം ദൈവം അയക്കുന്നവരെക്കുറിച്ച്, അത് ദൈവപുത്രനായാലും പ്രവാചകരായാലും ദൈവം അയക്കുന്നവരെക്കുറിച്ച് നാം ദൈവത്തിൻ്റെ സാക്ഷ്യം പരിശോധിക്കുകയും ആ സാക്ഷ്യം സ്വീകരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ യേശുക്രിസ്തു പറയുന്നു അവർ ശബ്ദരായിരിക്കും. കാരണം അവർ യേശുക്രിസ്തുവിൽ ദൈവം അയക്കുന്നവരിൽ ഇടറി വീഴും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാക്ഷ്യം നാം സ്വീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. എന്തിനാണ് നാം ദൈവം അയച്ചവരെ സാക്ഷ്യം സ്വീകരിക്കണേ? നാം അവരിൽ വിശ്വസിക്കാനും അങ്ങനെ ദൈവം നമ്മോട് പറയുന്നത് നാം സ്വീകരിക്കാനും അത് വിശ്വസിച്ചനുസരിക്കാനും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കാൻ. കാരണം ദൈവം നേരിട്ട് വന്നിട്ടല്ല സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ദൈവം സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ അവിടുന്ന് അയക്കുന്നവരിലൂടെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും ഫലം നാം സ്വീകരിച്ച് നാം രക്ഷ പ്രാപിക്കണമെങ്കിൽ ദൈവം അയക്കുന്നവരെ വിശ്വസിക്കണം. അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവർ, അവർ 2000 വർഷം മുമ്പ് ദൈവപുത്രന് വഴിയൊരുക്കാൻ വന്ന സ്നാപയോഹന്നാൻ, അവനെ അവർ മാനുഷികമായി കണ്ടു. ഒട്ടോരോമുള്ള വസ്ത്രം ധരിച്ചവൻ, നാസിർ വ്രതക്കാരനായിരുന്നു യോഹന്നാൻ. മരുഭൂമിയിലാണ് താമസം. അപ്പോൾ അവൻ്റെ മുടി ഇന്നത്തെ ഭാഷ പറഞ്ഞ ഒരു ഭ്രാന്തന്മാരുടെ പോലെ ആയിരിക്കും. അപ്പോൾ കാഴ്ചയിൽ വെറും ഭ്രാന്തൻ, വെട്ടുകിളിയും കാട്ടുതേനും മാത്രം ഭക്ഷിച്ച് മനുഷ്യർ ഭക്ഷിക്കുന്നൊന്നും ഭക്ഷിക്കാതെ മരുഭൂമിയിൽ താമസിക്കുന്ന ഒരുത്തൻ. അവൻ വാ തുറന്നാൽ വളരെ പരുക്കമായ ഭാഷയിൽ. അത് അന്നത്തെ പുരോഹിതനും അധികാരികളൊക്കെ അവനെ പിശാചെന്ന് വിളിച്ചു, ഭ്രാന്തനെന്ന് വിളിച്ചു. ഭക്ഷിക്കുകയും പാനീയം ചെയ്യാത്തവൻ എന്ന് പറഞ്ഞവർ പിശാചായിട്ട് അവനെ കണ്ടു. അപ്പോൾ സ്നാപക യോഹന്നാനെക്കുറിച്ച് മനുഷ്യരുടെ കുറേ സാക്ഷ്യം ഉണ്ടായിരുന്നു. അത് മുഴുവൻ തെറ്റാണ്. അവനെ പ്രവാചകനായി അംഗീകരിച്ച കുറേ സാധാരണക്കാർ ആളുകളാണ്. അവൻ്റെ അടുക്ക് പോയതും പാപങ്ങൾ ഏറ്റുപറഞ്ഞതും യോർദാൻ നദിയിൽ സ്നാനം സ്വീകരിച്ചവർ കുറേ സാധാരണക്കാരാണ്. ഈ വലിയ ആളുകൾ അംഗീകരിക്കാത്ത, ഒരു വിലയും കൊടുക്കാത്ത കുറേ സാധാരണക്കാർ. പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശുക്രിസ്തു യോഹന്നാനെക്കുറിച്ച് പറഞ്ഞത് എന്താ? അഥവാ ദൈവത്തിൻ്റെ സാക്ഷ്യം എന്തായിരുന്നു? സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ. ഈ ദൈവീയ കാഴ്ചപ്പാടും ഈ മാനുഷിക കാഴ്ചപ്പാടും നമ്മൾ വ്യത്യാസം നാം തിരിച്ചറിയണം. കാരണം ഇന്നും മാനുഷിക കാഴ്ചപ്പാടോടെയാണ് ദൈവം അയക്കുന്നവരെ വീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇനി യേശുക്രിസ്തുവിനെ കുറിച്ച് അന്നത്തെ അധ്യായത്തിലുള്ള സാക്ഷ്യം എന്തായിരുന്നു? അനേകം സാക്ഷ്യങ്ങൾ നമുക്ക് കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കാണാം. അവരവനെ ബേൽസെബൂൽ എന്ന് വിളിച്ചു, അവനെ ഭ്രാന്താന്ന് പറഞ്ഞു, അവന് പിശാചുണ്ടെന്ന് പറഞ്ഞു, അവൻ വ്യഭിചാരിയാണെന്ന് വിളിച്ചു, അവൻ തട്ടിപ്പുകാരൻ, ചുങ്കക്കാരൻ്റെ സ്നേഹിതൻ, മനുഷ്യനെ വഞ്ചിച്ച് പണം തട്ടിയെടുക്കുന്നവനാണെന്ന് പറഞ്ഞു, അവൻ മദ്യപാനിയാണെന്ന് വിളിച്ചു, വീഞ്ഞു കുടിയനെന്ന് പറഞ്ഞു, അവൻ ജനത്തെ വഴിതെറ്റിക്കണമെന്ന് പറഞ്ഞു. പറയാൻ പറ്റുന്ന എല്ലാ ആരോപണങ്ങളും വ്യാജമായി അവനെതിരെ പറഞ്ഞു.
അപ്പോൾ ഇതിനെക്കുറിച്ച് യേശുക്രിസ്തു ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്, അന്ത്യകാലത്തെക്കുറിച്ച്, അവൻ്റെ രണ്ടാം വരവിൻ്റെ സമയത്തെക്കുറിച്ച്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 26-ാമത്തെ വചനം: മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ചു സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം. മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ, ആരെയാണ് മനുഷ്യർ പ്രശംസിക്കുന്നത്? ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നേട്ടങ്ങൾ കൊയ്യുന്നവരെ, സൗന്ദര്യമുള്ളവരെ, ശക്തിയുള്ളവരെ, സമ്പത്തുള്ളവരെ, ബുദ്ധിശക്തിയുള്ളവരെ, കഴിവുള്ളവരെ, ഈ ലോകത്തിൽ നേട്ടങ്ങൾ കൊയ്തവരെ, ഈ ലോകത്തിൽ മഹത്വം നേടിയെടുത്തവരെ, ഈ ലോകത്തിൽ വലിയവരെന്ന് കാണപ്പെടുന്നവരെ ഒക്കെയല്ലേ പ്രശംസിക്കാറുള്ളൂ. ഈ ലോകത്തിൽ അറിവുണ്ടെന്ന് പറയുന്നവരെ, വിശ്വാസി എന്ന് പറയുന്നവർ, ഭക്തനെന്ന് പറയുന്നവർ, ലോകത്തിൻ്റെ കാഴ്ചപ്പാട്, അവരെയൊക്കെ മനുഷ്യർ പ്രശംസിക്കും. അപ്പോൾ കർത്താവ് പറയാ, നിങ്ങൾക്ക് ദുരിതം. എപ്പോൾ ദുരിതം? ദുരിതത്തിൻ്റെ നാളുകളിൽ. അങ്ങനെ നാളുണ്ടല്ലോ, കർത്താവിൻ്റെ പ്രതികാരം ഈ ഭൂമിയിൽ പതിക്കുന്ന സമയം, സാത്താനും അവൻ്റെ സകല പ്രവൃത്തികൾക്കുമെതിരെ ദൈവം പ്രതികാരം ചെയ്യുന്ന സമയം, ദുഷ്ടർക്കെതിരെ ദൈവം പ്രതികാരം ചെയ്യുന്ന ദുരിതത്തിൻ്റെ നാളുകൾ. ആ നാളുകളിൽ ദുരിതം. അപ്പം അന്ത്യകാലത്തെക്കുറിച്ചാണ് ഈ പറയണേ. എന്താ കാര്യം നോക്കി? അവരുടെ പിതാക്കന്മാർ, അതായത് ഈ പ്രശംസിക്കുന്നവരുടെ പിതാക്കന്മാർ വ്യാജപ്രവാചകന്മാരോടും അങ്ങനെ ചെയ്തു. അപ്പോൾ ദൈവജനത്തിനിടയിലെ കാര്യമാണ് ഈ പറയണത്. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിൽ അനേകം വ്യാജപ്രവാചകന്മാരുണ്ടായിരുന്നു എന്ന് പത്രോസ് വളരെ വ്യക്തമായി പറയുന്നു, പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ. അപ്പോൾ ഈ വ്യാജപ്രവാചകന്മാരെ അന്നത്തെ ജനങ്ങളും അധികാരികളുമൊക്കെ പ്രശംസിച്ചു. അത് നമുക്ക് കാണാൻ കഴിയും കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ. വ്യാജപ്രവാചകൻ അയക്കുന്ന സാത്താനാണ്, ദൈവമല്ല. എന്നാൽ പ്രത്യക്ഷത്തിൽ അവർ വചനം പറയുന്നത് കാണപ്പെടും. അപ്പോൾ അവരെ അന്നത്തെ അധികാരികളും ജനങ്ങളും മുഴുവൻ പ്രശംസിച്ചു. എന്നാൽ സത്യപ്രവാചകന്മാർ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ യഥാർത്ഥ വിശ്വാസികളെ ലോകം എന്തു ചെയ്യും? ലൂക്ക 2:6, 22, 23: മനുഷ്യപുത്രൻ നിമിത്തം, ഈ ഭൂമിയിൽ വരുന്ന ദൈവപുത്രൻ നിമിത്തം. ആരാണ് മനുഷ്യപുത്രൻ എന്ന് വളരെ വ്യക്തമായി കർത്താവിന്റെ ഗ്രന്ഥത്തിലുണ്ട്. അപ്പോൾ മനുഷ്യപുത്രൻ നിമിത്തം, മനുഷ്യപുത്രനായി വരുന്ന ദൈവത്തിൻ്റെ ഏകജാതനെ പ്രതി മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, അനുഗ്രഹീതർ. അപ്പോൾ അങ്ങനെ ചെയ്യും. അപ്പോൾ 2000 വർഷം മുമ്പ് വന്ന ദൈവപുത്രൻ യേശുക്രിസ്തുവിനെ കുറിച്ച് അവൻ്റെ പേരിൽ ആരെയും ദൂഷിക്കുകയോ അവഹേളിക്കുകയോ നിന്ദിക്കുകയോ ഒന്നും ഇന്നത്തെ വിശ്വാസികൾ ചെയ്യില്ല. അപ്പോൾ ഇന്നത്തെ വിശ്വാസികളെന്ന് പറയുന്നവർ വീണ്ടും ശരീരം ധരിച്ചു വരുന്ന ദൈവപുത്രനെ വിശ്വസിക്കുക മൂലം ആ വിശ്വസിക്കുന്നവരെയാണ് അവഹേളിക്കുകയും നിന്ദിക്കുകയും ദ്വേഷിക്കുകയും പുറന്തള്ളുകയും ചെയ്യുന്നത്. ഇവിടെ ഒരു 2005 മുതൽ ദൈവം അയച്ച ദൈവത്തിൻ്റെ പ്രവാചകൻ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ദൈവത്തിൻ്റെ ഏകജാതൻ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്ന ദൈവപുത്രൻ, നമുക്ക് വേണ്ടി പീഡ സഹിച്ച് മരിച്ച് പുനരുത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത ദൈവത്തിൻ്റെ ഏകജാതൻ യേശു ക്രിസ്തു വീണ്ടും ശരീരം ധരിച്ച് ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞു. അവൻ്റെ എന്നേക്കുമുള്ള നാമമാണ് ഇമ്മാനുവേൽ. അവൻ്റെ രാജകീയ നാമമാണ് എംപറർ ഇമ്മാനുവേൽ. അപ്പോൾ ഈ മനുഷ്യപുത്രനെ പ്രതി, വീണ്ടും ശരീരം ധരിച്ചു വന്ന ദൈവപുത്രനെ പ്രതിയാണ് ഇന്ന് അവഹേളിക്കപ്പെടുക അവനിൽ വിശ്വസിക്കുന്നവർ. അപ്പോൾ മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതർ. അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, സന്തോഷിച്ചു കുതിച്ചു ചാടുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത്. അപ്പോൾ ദൈവം തെരഞ്ഞെടുത്ത പ്രവാചകന്മാരോട് പോലും അവർ പ്രവർത്തിച്ച കാലഘട്ടത്തിലെ ജനങ്ങളും അധികാരികളും ഇപ്രകാരം പ്രവർത്തിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നവരെ തിരസ്കരിക്കുകയും നിന്ദിക്കുകയും ചെയ്യും, വ്യാജന്മാരെ പ്രശംസിക്കുകയും ചെയ്യും. ഇതാണ്
ലോകത്തിൻ്റെ സ്വഭാവം. ഇത് യേശുക്രിസ്തു പറയുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാക്ഷ്യം സ്വീകരിക്കാനോ ദൈവം അയച്ചവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം പരിശോധിച്ച് കണ്ടെത്തി സ്വീകരിക്കാനോ ലോകത്തിന് കഴിയില്ല. ബഹുഭൂരിപക്ഷം ആളുകൾക്കും കഴിയില്ല. അപ്പോൾ ക്രിസ്തീയ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സ്തേഫാനോസ്. സ്തേഫാനോസിന് അന്നത്തെ പുരോഹിത വൃന്ദം, അധികാരികൾ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഒരു വിവരണം അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായത്തിലുണ്ട്. അപ്പോൾ അവിടെ സ്തേഫാനോസ് അവനെ വിചാരണ ചെയ്ത പുരോഹിതരോടും അധികാരികളോടും ജനത്തിലെ ശ്രേഷ്ഠന്മാരോടൊക്കെ ചോദിക്കുന്നുണ്ട്, ഏതു പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തതായി? നിങ്ങൾ ചോദ്യം ഒന്ന് ധ്യാനിച്ച്. അപ്പോൾ ദൈവത്തിൻ്റെ സകല പ്രവാചകരെയും അവർ പ്രവർത്തിച്ച കാലത്തെ അധികാരികളും പുരോഹിതരും പ്രമാണികളുമൊക്കെ പീഡിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അർത്ഥം എന്താ? അവരാരും ദൈവത്തിൻ്റെ സാക്ഷ്യം സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ കർത്താവിൻ്റെ 2-ാം വരവിൻ്റെ സമയത്ത് അന്ത്യകാലത്ത് ദൈവം അയക്കുന്നവരെക്കുറിച്ച് ദൈവത്തിൻ്റെ സാക്ഷ്യം നാം തിരിച്ചറിയണ്ടേ? അതുകൊണ്ട് നിങ്ങൾ ഈ ദൈവവചനം കേൾക്കുന്ന, ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണെന്ന് കരുതി, ഞാൻ വിശ്വാസിയാണ്, പാരമ്പര്യ വിശ്വാസിയാണ് എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്ന ഓരോരുത്തരും പരിശോധിക്കണം, ഈ അന്ത്യകാലത്ത് ദൈവം ആരെയെങ്കിലും അയക്കുന്നുണ്ടോ? ദൈവം ആരെയൊക്കെയാണ് അയക്കുന്നത്? ഈ അയക്കുന്നവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം എന്താണ്? ഈ ദൈവം അയക്കുന്നവർ എവിടേക്കാണ് അയക്കപ്പെടുന്നത്? ഈ ദൈവം അയച്ചവരെക്കുറിച്ചുള്ള സാക്ഷ്യം നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും? ദൈവം അയച്ചവരെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കപ്പെട്ടിട്ടുണ്ടോ? ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവളായി ഞാൻ മാറിയിട്ടുണ്ടോ? ഞാൻ രക്ഷ പ്രാപിക്കാൻ യോഗ്യത പ്രാപിച്ചോ? ഞാൻ നിത്യജീവന് വേണ്ടി ദൈവം അയച്ചവരെ വിശ്വസിക്കാൻ കഴിയുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ടോ? ഇത് ഓരോ വിശ്വാസിയും പരിശോധിക്കുകയും അതിനനുസരിച്ച് തൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവപുത്രൻ പറഞ്ഞ ഉത്തരം, അവനോട് ചോദിച്ച ചോദ്യത്തിന് അവൻ കൊടുത്ത ഉത്തരം വളരെ വിലപ്പെട്ടതാണ്. ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന ചോദ്യത്തിന് അവൻ മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും അന്ത്യകാലത്ത് ദൈവപുത്രനെയും അവന് ശുശ്രൂഷ ചെയ്യാനുള്ളവരെയും വീണ്ടും അയക്കുന്ന ഈ കാലത്തിലാണെങ്കിലും എന്താണ് മനുഷ്യന് ദൈവത്തിൻ്റെ സാക്ഷ്യം സ്വീകരിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം? അത് കുറേയേറെ കാരണങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ശുശ്രൂഷയിൽ പരിശോധിക്കാം. അപ്പോൾ ദൈവം അയച്ചവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് നാം സ്വന്തമാക്കണം. ദൈവം അയച്ചവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം നാം തിരിച്ചറിഞ്ഞ് ആ സാക്ഷ്യത്തിൽ വിശ്വസിച്ച് ദൈവം അയച്ചവരെയും വ്യാജന്മാരെയും വിവേചിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ ഒരു വരം, ദൈവത്തിൻ്റെ സാക്ഷ്യം തിരിച്ചറിയാനും ദൈവത്തിൻ്റെ സാക്ഷ്യം വിശ്വസിക്കാനുമുള്ള ഒരു വിശ്വാസ വരത്തിന് വേണ്ടി, വിവേചന വരത്തിന് വേണ്ടി ഓരോ ദൈവമക്കൾക്കും പ്രാർത്ഥിക്കാം. പിതാവേ, അവിടുന്ന് അയക്കുന്നവരെ തിരിച്ചറിയാൻ, അവിടുന്ന് അയക്കുന്നവരെക്കുറിച്ചുള്ള അവിടുത്തെ സാക്ഷ്യം തിരിച്ചറിയാൻ, അത് വിശ്വസിക്കാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അങ്ങനെ അത്യുന്നതനായ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യരക്ഷയും അവിടെ നമുക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യസൗഭാഗ്യങ്ങളും സ്വന്തമാക്കാൻ നാം ഓരോരുത്തരും യോഗ്യരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അതിപരിശുദ്ധമായ നാമത്തിന് എല്ലാ മഹത്വവും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.